നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഹെൽത്ത് കെയർ ആയാലും അതെ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറുക്ക് വഴികൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് ഒരിക്കലും എക്കണോമിക് സെൻസ് ഒന്നും ഒട്ടും വർക്ക് ചെയ്യില്ല. കൊച്ചിയിലൊക്കെ ഒരു വീട് പണിതിട്ട് ഒരു ബാൽക്കണി വെച്ചിട്ട് എന്താ കാര്യം? കൊതുക് കടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. എന്തിനാ ഈ ബാൽക്കണി? എനിക്ക് ബാൽക്കണി ഉണ്ടെന്ന് കാണിക്കാൻ. എനിക്ക് ഒരുപാട് ചാനൽസ് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരുത്തൻ്റെ ഒരു വലിയ വീട് കാണിച്ച് നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾ എന്തുമാത്രം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ലോൺസ് എടുക്കുന്നു. അവരെ ക്യാഷ് ചെയ്തിട്ടാണ് നമ്മുടെ 600 രൂപ ടിക്കറ്റ് ലോട്ടറി സർവൈവ് ചെയ്യുന്നത്. ഈ കടത്തിൻ്റെ തിരിച്ചടവുകളെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും 10ാം തീയതി ആകുമ്പോഴേക്കും ഹി ബിക്കംസ് എ നിയോ പുവർ. 15ാം തീയതി ഇവനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവന് പൈസ എവിടെ നിന്ന് വരും? അവൻ്റെ മുമ്പിലേക്ക് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ലോജിക്കൊന്നുമില്ല. നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഹെൽത്ത് കെയർ ആയാലും അതെ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറുക്ക് വഴികൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് ഒരിക്കലും എക്കണോമിക് സെൻസ് ഒന്നും ഒട്ടും വർക്ക് ചെയ്യില്ല. ഇപ്പം ഞാൻ നാളെ ഒരു വ്യാജവേഷം കെട്ടിയിട്ട് സ്കിസോഫ്രീനിയയ്ക്ക് 2 മാസത്തിനുള്ളിൽ ഹീലിംഗ് നൽകാവുന്ന ഒരു അത്ഭുതം വരുന്നുണ്ടെന്ന് കുറച്ച് പരസ്യം 3-4 വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ കാശിൻ്റെ ഇരട്ടി ഉണ്ടാകാം. പീപ്പിൾ വിൽ കം ബിക്കോസ് പീപ്പിൾ വാണ്ട്സ് ടു കം. പീപ്പിൾ വാണ്ട് ടു കം ഫോർ ക്വിക്ക് റെമഡീസ് ലൈക്ക് ദിസ്. പൈസയുടെ കാര്യത്തിലും അത് തന്നെയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ പ്രോബ്ലം നിയോ പുവറാന്ന് പറയും. എന്താണ് ഈ നിയോ പുവറിൻ്റെ പ്രൊഫൈല്? നോക്കിക്കഴിഞ്ഞാൽ നല്ല വീടുണ്ടാവും, മൊത്തം കടമാണ്, അവന് താങ്ങാൻ പറ്റാത്ത സ്ക്വയർ ഫീറ്റിലായിരിക്കും പണിതേക്കുന്നത്. ഇൻഫാക്ട് മീ ആൻഡ് ശരത്ചന്ദ്രൻ ബ്രോട്ട് എ പ്ലേ ഓൺ ദിസ് ഓൾസോ, റേഡിയോ പ്ലേ. ലോൺ അടയ്ക്കാൻ പറ്റൂ. ഇനി ഇവനൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ അതിൻ്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ സ്ത്രീധനായിട്ടും കല്യാണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ആയിട്ട് പൈസ ഡ്രെയിൻ ചെയ്തു പോകും. ഇതെല്ലാം വന്നിട്ട് ഈ കടത്തിൻ്റെ തിരിച്ചടവുകളെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും 10ാം തീയതി ആകുമ്പോഴേക്കും ഹി ബിക്കംസ് എ നിയോ പുവർ. 15ാം തീയതി ഇവനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവന് പൈസ എവിടെ നിന്ന് വരും? ബ്ലേഡ് കമ്പനിയിൽ നിന്ന് എടുക്കണം. ഹി ബിക്കംസ് എ ഡെറ്റർ. അവൻ്റെ മുമ്പിലേക്ക് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ലോജിക്കൊന്നുമില്ല. ആ തരത്തിലുള്ള ആളുകൾ ധാരാളം കേരളത്തിലുണ്ട്. ഇത്രയും എക്സ്റ്റെൻഡ് പോയില്ലെങ്കിലും ആ തരത്തിലുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അവരെ ക്യാഷ് ചെയ്തിട്ടാണ് നമ്മുടെ 600 രൂപ ടിക്കറ്റ് ലോട്ടറി സർവൈവ് ചെയ്യുന്നത്. ആ ഒരു വൾണറബിലിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോട്ടറീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ആ ഒരു നിയോ പുവറിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം. യു ടോക്ക് ടു എനിബഡി, വേരിയിങ് ഷെയ്ഡ്സിലും ഡിഗ്രീസിലും ഈ തരം പ്രശ്നങ്ങളുണ്ട്, മനസ്സിലില്ല. And what is the level of happiness? They are always under stress. They are always anxious. They are always worried about what is going to happen next if an unforeseen thing come. മുള്ളുമ്മയാണ്, മനസ്സിലായില്ലേ? It is not like a businessman who is investing for his business development, wherein he anticipate return from the loan taken and repayment. നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾ എന്തുമാത്രം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ലോൺസ് എടുക്കുന്നത്, വിച്ച് ഈസ് നോട്ട് പേയിങ് ദം ബാക്ക്. ദാറ്റ് ടു ഫോർ തിങ്സ് വിച്ച് ദേ കനോട്ട് അഫോർഡ്, ജസ്റ്റ് ടു ഷോ പീപ്പിൾ. കൊച്ചിയിലൊക്കെ ഒരു വീട് പണിതിട്ട് ഒരു ബാൽക്കണി വെച്ചിട്ട് എന്താ കാര്യം? കൊതുക് കടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. സ്റ്റിൽ പീപ്പിൾ കൺസ്ട്രക്ട് എ പലേഷ്യൽ ബാൽക്കണി. അതാണ് നമ്മുടെ സൈക്കോളജി. എന്തിനാ ഈ ബാൽക്കണി? എനിക്ക് ബാൽക്കണി ഉണ്ടെന്ന് കാണിക്കാൻ. ഈ ബാൽക്കണി പണിയുന്നതിന് എത്ര കാശാണ് പോകുന്നത്? അതിൻ്റെ EMI അടയ്ക്കണ്ടേ? അപ്പം അത്
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതിയാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ജീവിതം അവസാന കാലം വരെ പോകുന്നത്. അത് പൊതു സമൂഹം മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കില്ലല്ലോ സാർ. അല്ല, തമിഴ്നാട്ടിൽ നോക്കൂ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനും ചെറിയ വീടാണ്. മിക്കവാറും അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ആദ്യത്തെ മുറിയിൽ പശുവായിരിക്കും. യു ട്രാവൽ ടു തമിഴ്നാട്, ഭയങ്കര റിച്ചായിട്ടുള്ള അവൻ്റെ മുമ്പിൽ എന്താ പറയുക, അവൻ ചെയ്യുന്ന ചിലപ്പം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇതിൻ്റെ ടെക്സ്റ്റൈലായിരിക്കാം. നമ്മുടെ ഇവിടെ പല കടകളിലേക്കും സപ്ലൈ ചെയ്യുന്ന അവരായിരിക്കാം. വീട് വളരെ യൂട്ടിലിറ്റേറിയനാണ്. വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാശുണ്ടെന്ന് തോന്നില്ല. കായസഞ്ചിയിലേ നടക്കുള്ളൂ. ഇത് മലയാളികളുടെ മാത്രം ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നണത് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നാണ് തോന്നണേ. അത് പ്രത്യേകിച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൺസ്യൂമറിസ്റ്റിക് ഇത് വന്നത്. എനിക്കൊന്നും ഈ കൺസ്യൂമറിസം വല്ലാണ്ട് കൂടിയേക്കുന്നത് നമ്മുടെ ഒരു ഗൾഫ് ബൂം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അത്രയും പ്രശ്നമില്ലായിരുന്നു. ഗൾഫും ബൂം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാൾ അത്രയ്ക്ക് വരുമാനം ഇല്ലാത്ത സ്കിൽ ലേബറേഴ്സും അവരെല്ലാം പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് ടെലിവിഷൻ കൊണ്ടുവരണു, വലിയ വീട് വയ്ക്കണു, അത് വയ്ക്കണു, അങ്ങനെയുള്ള ഇത് വന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഇടയിലും ആ കൺസ്യൂമറിസത്തിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് കൂടി. ഗൾഫ് ബൂം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ പ്രോബ്ലി വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു മാനേജ് പ്രോബ്ലി ദ മെൻ്റൽ ഹെൽത്ത് ഡയമെൻഷൻ. അതിൻ്റെ ഒരു എൻവിയും അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ലെവലിലുള്ള കാര്യങ്ങളൊന്നും അത്ര ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് തോന്നണില്ല. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൈലിഷ് ലിവിങ് എന്ന് പറയുന്നതിൻ്റെ ബെഞ്ച് മാർക്ക് അതായി. ഈ ഗൾഫുകാർ പണിത വീടുകളായി. അതിനുശേഷമാണ് നമ്മുടെ മതിലുകൾ നോക്കിയേ, പല വീടുകളുടെ മതിലുകൾ നോക്കി. അതെ, എനിക്ക് തോന്നുന്നു ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചറിലൊരു ഭയങ്കര ഷിഫ്റ്റ് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് പ്രീ ഗൾഫ് ബൂം വേഴ്സസ് പോസ്റ്റ് ഗൾഫ് ബൂം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഇസ് ബീങ് മെയിൻ. എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനൽസും അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരുത്തൻ്റെ ഒരു വലിയ വീട് കാണിച്ച് നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടെംപ്റ്റേഷൻ ഈസ് അറ്റ് ദ ഹയസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു നിയോ പുവർ കൾച്ചറുണ്ട് അതിൽ. ദ കാർസ് പീപ്പിൾ ബൈ, ഇതിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. മനസ്സിലില്ല, അവർക്ക് അവരുടെ ഒരു യൂട്ടിലിറ്റേറിയൻ മിനിമലിസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മിനിമലിസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മിനിമലിസം, യൂട്ടിലിറ്റേറിയൻ, സിമ്പിൾ ലിവിങ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ദിസ് ഇസ് ടു ഷോ പീപ്പിൾ എന്ന് പറയുമ്പോഴേക്കും നാച്ചുറലി യു ആർ പുഷ്ഡ് ഇൻ ടു എക്കണോമിക് ക്രൈസിസ്, യു ആർ പുഷ്ഡ് ഇൻ ടു സ്ട്രെസ്, യു ആർ പുഷ്ഡ് ഇൻ ടു ഡിപ്രഷൻ. ആൻഡ് അതിൻ്റെ ഒരു സൈക്കോ സോഷ്യൽ റൂട്ടുള്ള ജെനിസിസുള്ള ഡിപ്രഷനുള്ളൊരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ഉണ്ടാവുകയാണ്. അതിൽ ബയോളജിക്കലല്ല, മീൻസ് വൾണറബിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞൊരു സൈക്കോ സോഷ്യൽ റൂട്ട്സ് ഉള്ളൊരു ഡിപ്രഷനിലേക്ക് നമ്മൾ വൾണറബിൾ ആവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പോസ്റ്റ് കോവിഡിൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിൻ്റെ സൈക്കോ സോഷ്യൽ എന്താ പറയുക, ട്രോമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലെന്നേ. നമുക്കെല്ലാം ഈ പറഞ്ഞ മാതിരി അപ്പ കാണിക്കുന്നൊരു പടക്കം പൊട്ടിക്കലല്ലാതെ അതിനപ്പുറത്തേക്ക് ലോങ് ടൈം ഒന്നുമില്ലല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡോക്ടർ, കോവിഡിൻ്റെ ഒരു പോസ്റ്റ് കോവിഡ് അതിൻ്റെ ഒരു സൈക്കോ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ഇതിൽ ഈ എക്കണോമിക് ലോസ് അല്ലെങ്കിൽ എക്കണോമിക് ബർഡൻ വന്നിട്ടുള്ള എത്ര ആളുകൾ ഇപ്പോഴും ആ കുഴി തന്നെ കിടക്കുന്നു. കോവിഡിലുള്ള ആ 2 year കൊണ്ട് ബിസിനസ്സിലെല്ലാം ലോസ് വന്നിട്ടുള്ള ഒത്തിരി ഇടത്തരം ആളുകൾ ഇപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഇതിൽ തന്നെ കിടക്കുകയാണ്. ദേ ആർ സ്ട്രഗിളിങ് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. അവർ ഭയങ്കരമായിട്ട് അതിൻ്റെ പ്രശ്നത്തിൽ വന്നിട്ട് അത്തരം ഡിപ്രഷനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു സോഷ്യൽ പാക്കേജ് ടു അഡ്രസ് ദീസ് പ്രോബ്ലംസ് ഇല്ല.